ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. ഞങ്ങൾ ഒരു 4 ആൾക്ക് വേണ്ടിയിട്ട് വീക്കെൻഡായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. എന്നാൽ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പാത്രത്തിൽ വെള്ളം വയ്ക്കുക, അതിൽ ലേശം ഉപ്പിടുക. തിളച്ച് വന്ന ഉപ്പിട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റാണ് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നിലകൂടി ഉപ്പ് കൂടി മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കണം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഫ്രൈ പാൻ വയ്ക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, നല്ല പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്ത ശേഷം അതിന് നമുക്ക് ഒരു ഹാഫ് പൊരിച്ചെടുക്കാൻ, നമ്മൾ ഡ്രൈ ആക്കരുത്. അതിന് ശേഷം നമുക്ക് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ് അണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിന് വേണ്ട സാധനങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 6 മുട്ടയും കൂടി എടുത്ത് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അതിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച് ആദ്യം ഇട്ട് കൊടുക്കുക, ഓയിൽ ഒഴിച്ചിട്ട്. അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക, വെജിറ്റബിളെല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ, കാബേജ്, ക്യാരറ്റ്, ബീൻസ് എല്ലാം കൂടി കട്ട് ചെയ്ത് ആവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുട്ട കൊത്തി പൊരിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചിക്കൻ പൊരിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചില്ലി സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, സോയ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിന് മേലെ കൂടെ കുറച്ച്